അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. يا سيد السادات جئتك قاصدا أرجو هماك فلا تخيب مقصدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുക, കേൾക്കുക, അതുമായി സഹകരിക്കുക, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു നന്മ പറയാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹു അനുഗ്രഹം നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് മുമ്പ് തന്നെ ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഖുർആൻ ശരീഫിൽ വന്നിട്ടുണ്ട്. മുൻകാലത്തെ പ്രവാചകന്മാർക്ക് പ്രബോധനം പറയുമ്പോൾ അള്ളാഹുവിനോട് പറയുന്നത്, ശേഷം ഒരു പ്രവാചകൻ വന്നാൽ, അഹമ്മദ് എന്ന പേരുള്ള പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ളതാണ്. നിങ്ങളെക്കാൾ പവർ കൂടിയ പ്രവാചകനാണ് അത് എന്ന് ഇതിൽ നിന്നും അള്ളാഹു നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് പറയേണ്ട വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള മദ്ഹ് പറയുക എന്നുള്ളത്, അത് പാടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നടന്ന സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മദ്ഹ് പറയാൻ ഏൽപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല, നിങ്ങളെ കൂടെ ജിബ്രീലുണ്ട്, ജിബ്രീലു മഅക്, നിങ്ങളുടെ കൂടെ ജിബ്രീലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അഥവാ ദിക്റിൻ്റെ സദസ്സിലേക്ക് മലായിക്കത്ത് വരുമല്ലോ എന്നതുപോലെ അള്ളാഹുവിൻ്റെ മദ്ഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുമ്പോൾ അവിടെ വരുന്ന മലായിക്കത്തിൻ്റെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അഥവാ ഇത് പ്രവാചകത്വം, ഈ മദ്ഹ് എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്നു മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മദ്ഹ് പറയുക എന്നുള്ളതും കേൾക്കുക എന്നുള്ളതും വ്യത്യസ്ത രൂപത്തിലാണ് വരിക. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഒന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്, മറ്റൊന്ന് അങ്ങേക്ക് വേണ്ടി ജോലിക്ക് പോയിട്ട് അങ്ങേക്ക് വേണ്ടി സമ്പാദ്യമുണ്ടാക്കലാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് ശരിക്കും അന്ന് അവർക്കുള്ള മദ്ഹ് എന്ന് പറയുന്നത്, അവർക്കുള്ള മൗലിദ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ ഗദ്യ രൂപത്തിലും പദ്യ രൂപത്തിലും ഇന്ന് കാണുന്ന രൂപത്തിലൊക്കെ ആക്കിയത് മഹാന്മാർ നമുക്ക് നൽകിയ കാട്ടിത്തന്ന വലിയൊരു മഹത്തായ പാരമ്പര്യമാണ്. അൽഹംദുലില്ലാഹ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാരുണ്ടാക്കിയ ഈ മൗലിദ് ഉണ്ടായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകൾ നമുക്ക് നോക്കി വായിക്കാനേ ഉള്ളൂ, ആ മദ്ഹുകൾ കേൾപ്പിക്കാനേ ഉള്ളൂ. റസൂലിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം മുതൽ വല്ല ഓരോ സംഗതിയും കേൾക്കണം, മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാകുന്ന സമയത്ത്, ഗർഭിണിയാകുന്ന സമയത്ത്, ഗർഭം ചുമക്കുന്ന ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമക്കുന്ന സമയത്ത് മുതലുള്ള അത്ഭുതങ്ങൾ മഹാ അത്ഭുതങ്ങളാണല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിനാവശ്യമായത് ബഹുമാനപ്പെട്ട ആമിന ബീവിയുടെ ലേഖത്തിലോടുകൂടി തന്നെ ഓരോ പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഓരോ മാസം വന്നിട്ട് ആമിന ബീവിയോട് പറയാറുണ്ടായിരുന്നു.
റസൂൽ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടി ഉണ്ടല്ലോ, ഇന്നാലുള്ള കുട്ടി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ വന്നിരുന്നു, മഹദികൾ വന്നിരുന്നു. ബഹുമാനപ്പെട്ട ആമിന ബീവിക്ക് തന്നെ അതിൽ വലിയ സന്തോഷമാണ്, റാഹത്താണ്. സാധാരണ ഗർഭിണികൾക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആമിന ബീവിക്ക് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ലോകത്തെ എല്ലാവരും ചിരിക്കുന്നൊരു സമയമായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കണോ, ബിംബങ്ങളെല്ലാം തലകുത്തി വീണപ്പോൾ എത്ര നിർത്തിയിട്ട് നിൽക്കാത്ത ബിംബങ്ങളെക്കുറിച്ച് കണ്ടപ്പോഴാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കരയുന്നത്. അത് മുഹമ്മദ് എന്നുള്ള അവസാനത്തെ പ്രവാചകൻ ജനിച്ചിട്ടുണ്ട്, അടയാളമാണ്. അവൻ കരഞ്ഞു പോയി റസൂൽ ജനിച്ചപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ തങ്ങൾ ജനിക്കുന്ന കാര്യത്തിൽ അന്ന് കരഞ്ഞ ആള് അത് ഇബ്ലീസാണ് ലഅനത്തുല്ലാഹി. അതുകൊണ്ടാണ് പലപ്പോഴും അവൻ്റെ അനുയായികൾ ഇന്നും റബീഉൽ അവ്വൽ ആകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ കരയാൻ തുടങ്ങും. ആഘോഷിക്കത്തെറ്റോ മദ്ഹ് പറയാതെട്ടോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവരുടെ നേതാക്കന്മാരുടെ മദ്ഹുകൾ അവർ പറയും, പാടും, അതിനുവേണ്ടി സദസ്സുകൾ ഉണ്ടാക്കും. എന്നാൽ റസൂലിനെ കുറിച്ച് എന്തെങ്കിലും മദ്ഹ് പറയാനോ പാടാനോ ഒരു സദസ്സ് ഉണ്ടാക്കുമ്പോഴേക്ക് അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഒഴിക്കുന്ന നമ്മളെ വഹാബികളുണ്ട്. അള്ളാഹു അവരുടെ ശരീരം നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് അന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി കരഞ്ഞിട്ടുണ്ട്. അഥവാ ബിംബങ്ങളെല്ലാം തലകുത്തി വീണു. 1000 വർഷക്കാലം അവർ ആരാധിച്ചിരുന്ന തീകുണ്ടമുണ്ട്. എങ്ങനെ ഓരോരുത്തർ നേർച്ചയാക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വിറകിടും. പക്ഷേ എന്ത് സംഭവിച്ചു? ഇല്ല, ആ തീകുണ്ടം പെട്ടെന്ന് കെട്ടുപോയി, കത്തുന്നില്ല. അത്ഭുതങ്ങൾ കാണുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചപ്പോഴേക്ക് അത്ഭുതം കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിച്ച ഒരു വ്യക്തിയാണ് അബൂ ലഹബ്. ഖുർആൻ ഷരീഫിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിൻ്റെ ഇരു കരവും നശിക്കട്ടെ എന്ന് പറയുന്ന ആയത്തിറങ്ങുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഖുർആൻ ഷരീഫിൽ. എന്നാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ആമിന ബീവി, അബ്ദുള്ളയുടെ ഭാര്യ ആമിന ബീവി ഒരു കുഞ്ഞിനെ ജന്മം നൽകി എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന അടിമസ്ത്രീയോട് പറഞ്ഞു, നീയാണല്ലോ ആമയുടെ പ്രസവനെ അറിയിച്ചത്, അതുകൊണ്ട് ഇന്ന് മുതൽ നീ മോചിതയാണ്, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ മോചിപ്പിക്കാൻ കാരണം? തൻ്റെ സഹോദരൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് കരുതിയിട്ടല്ല. പക്ഷേ ഈ ഒരൊറ്റ രൂപത്തിൽ മോചിപ്പിച്ചത് കാരണത്താൽ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും അബൂ ലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് പറയുന്നത് ആരാന്നേരോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആരെക്കുറിച്ചാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിച്ച അബൂ ലഹബിന് തിങ്കളാഴ്ച ഇളവ് കിട്ടാനുള്ള കാരണം എന്താ പറയുന്നത്? അത് ആ ദിവസം റസൂലാണെന്ന് അറിഞ്ഞിട്ടല്ല, അല്ലാതെ തന്നെ അന്ന് ആ സന്തോഷം കാരണത്താൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സന്തോഷം, ജന്മദിനത്തിലെ സന്തോഷം അറിയിച്ച കാരണത്താൽ ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ചെന്ന ഒറ്റ കാരണത്താൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ റസൂൽ തങ്ങളാണെന്ന് കരുതി സന്തോഷിക്കുമ്പോൾ എത്ര മഹത്തരമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വ്യക്തിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ സാധാരണ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നത് പോലുള്ള വികൃതികൾ ഉണ്ടാവാറില്ല. റസൂൽ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും കഅബ പണിയുന്ന സമയത്ത് കഅബക്ക് കുട്ടികൾ ഇങ്ങനെ കല്ലുകൾ കൊണ്ടുകൊടുക്കുമല്ലോ. അങ്ങനെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളും കഅബ പണിയാൻ വേണ്ടി കല്ല് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടിയുടെ തലയിൽ കല്ല് വെക്കുമ്പോൾ, വേണ്ട മോനെ, നിൻ്റെ തലയിൽ കല്ല് വെക്കണം, അങ്ങനെ വെക്കണ്ട, മുണ്ടയച്ചിട്ട് തലയിൽ കെട്ടിയിട്ട് എന്നിട്ട് പോയിക്കളാന്ന് പറഞ്ഞിട്ട് മുണ്ടയക്കലോട് കൂടി റസൂൽ തങ്ങൾ ബോധം കെട്ട് വീണു. ആ കാലത്ത് കഅബ തവാഫ് ചെയ്യുന്ന ആളുകളൊക്കെ മുണ്ടയച്ച് തവാഫ് ചെയ്യുന്ന കാലമാണ്. പക്ഷെ അന്നും റസൂൽ തങ്ങൾ മാന്യത അള്ളാഹു കാത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഞ്ചരിക്കുന്ന സമയത്ത് കാണാതെയായി, വഴി തെറ്റിപ്പോയപ്പോൾ അബൂ ത്വാലിബ് റസൂലുള്ളാഹി തങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെ പിന്നീട് റസൂലിനെ കെട്ടിയിട്ട് ആ കുതിരപ്പുറത്ത് റസൂലിനെ റസൂലിനെ കയറ്റി. കുതിരപ്പുറത്ത് അബൂ ത്വാലിബ് കയറിയിട്ട് റസൂലിനെ പിന്നിലെത്തി.
പിന്നീട് കുതിരയോട് പോകാൻ പറയുമ്പോൾ ഈ കുതിര നീങ്ങുന്നില്ല. കുതിര ഇങ്ങനെ മനസ്സിൽ കരുതാണ്, എടാ കുതിര റസൂലിനെ മുന്നിലിട്ട് മുഹമ്മദിനെ മുന്നിൽ എത്രയാൻ പോകുള്ളൂ എന്ന് കുതിര പറയുന്നുണ്ട്. പക്ഷേ മേലേക്കുന്ന കുതിരയ്ക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് പ്രയാസപ്പെട്ടു. പിന്നീട് ഇറങ്ങിയിട്ട് റസൂൽ തങ്ങളെ മുന്നിലെത്തിയിട്ട് പിന്നീട് എപ്പോഴാണ് അതിവേഗം ബഹുദൂരം എന്ന രൂപത്തിൽ ആ കുതിര സഞ്ചരിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റസൂൽ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്ന സമയത്ത് മേഘങ്ങൾ തണലിട്ടിരുന്നു. ആ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ തന്നെ നല്ല സുന്ദരനായി അതീവ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് റാഹത്തോടു കൂടി ജീവിച്ചു. 25 വയസ്സായപ്പോഴാണ് റസൂൽ വിവാഹം നടക്കുന്നത്. അതുവരെ സംശുദ്ധമായ പ്രകൃതി തന്നെയാണ്, ആർക്കൊന്നും പറയാനില്ല. അങ്ങനെയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ റസൂൽ തങ്ങളെ ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. കച്ചവടത്തിന് പോയി പറഞ്ഞയക്കുമ്പോൾ ആ പറഞ്ഞയക്കലും അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുകയാണ്. ഒക്കെ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. മുഹമ്മദിൻ്റെ ഓരോ നീക്കുപോക്കം അറിയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. പക്ഷേ അങ്ങനെ കച്ചവടം സാധാരണത്തിൽ കവിഞ്ഞല്ല കച്ചവടം. മാത്രമല്ല, സാധാരണ കച്ചവടം ചെയ്യുമ്പോൾ ഇന്നാലിനെ കേടുണ്ടല്ല കേടൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പറയലാണ് പതിവ്. ഇതങ്ങനെയല്ല. ഈ സാധനത്തിൽ ഇത്ര കേടുണ്ടോ, ഇത്ര റുപ്യ വേണം എന്നാലേ തരുള്ളൂ. ആര് വാങ്ങിപ്പോകുന്നു, അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവടം തീരുകയാണ്. മറിച്ച് പകരം അവിടുന്ന് സാധനം തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു വന്ന് മക്കയിലേക്ക് എത്തുമ്പോൾ ആ സാധനം തീരുകയാണ്. അത്ഭുതകരമായ മാറ്റമുണ്ടായി. ഈ സമയത്ത് ചില ആളുകളൊക്കെ റസൂലിനെ കണ്ടപ്പോൾ ചില പണ്ഡിതന്മാർ, ഗ്രന്ഥമറിയപ്പെട്ട മുൻകാലത്തെ പണ്ഡിതന്മാർ റസൂലിനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാനം വരാനുള്ള പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഖദീജ ബീവിയുടെ ഭർത്താവായി മാറുകയാണ്. ഏതാ ഖദീജ എന്നറിയോ? 40 വയസ്സായിട്ടുണ്ട്. അതിന് മുമ്പ് 2 പ്രാവശ്യം വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് ഖദീജ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിക്കുന്നത്. ഏറ്റവും അധികം ഒരാൾക്ക് പെണ്ണിന് ആവശ്യമുള്ള സമയം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് മുതൽ 40 വയസ്സിൻ്റെ ഇടയിലുള്ള സമയത്താണ്. പക്ഷേ ഈ സമയത്ത് റസൂൽ തങ്ങൾ തൻ്റെ പ്രഥമയായിട്ട് ഖദീജ ബീവിയെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നീട് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് മറ്റുള്ള ഭാര്യമാരെല്ലാം റസൂൽ തങ്ങൾ സ്വീകരിച്ചത്. അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ ഏത് ബുദ്ധിയിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പെണ്ണിനോടുള്ള ആഗ്രഹമല്ല റസൂലുള്ളാഹി തങ്ങളുടെ വിവാഹം എന്നുള്ളത്. മറിച്ച് ഒരു പെണ്ണിനോടുള്ള ആഗ്രഹമല്ല, മറിച്ച് ഒരു പെണ്ണിൻ്റെ ആഗ്രഹം തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഈ വിവാഹം കൊണ്ട് അള്ളാഹു ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ വൈവാഹിക ജീവിതത്തിൽ മനുഷ്യന്മാർ അറിയേണ്ട, മുഅ്മിനീങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആളുകളെയാണ് റസൂൽ തങ്ങൾ വിവാഹം കഴിച്ചിരുന്ന ഏറ്റവും ചെറിയ ആളുകൾ എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയം നിറഞ്ഞാലേ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ മാസത്തിൽ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുക, അതോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കഴിവിൻ്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും എൻ്റെ മലായികത്തും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും ചെല്ലണ റസൂലിൻ്റെ മേൽ സ്വലാത്ത്, നിങ്ങളും ചെല്ലണ റസൂലിൻ്റെ മേൽ സലാം. അള്ളാഹും റസൂലും ചെയ്യുന്ന, അള്ളാഹു മലായികത്തും ചെയ്യുന്ന ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അള്ളാഹു നമ്മോട് പറഞ്ഞത് സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെ ഭാഗമാണ് മദ്ഹ്, മൗലിദ് എന്നുള്ളതല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ചെല്ലാൻ, റൗദാ ഷരീഫിലേക്ക് ചെല്ലാൻ, റാഹത്തോടുകൂടി റസൂൽ സഞ്ചരിച്ച മദീനയിലേക്ക് പോവാൻ, അവിടെ പോയിട്ട് സലാം പറയാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. ഒരുപാട് പ്രാവശ്യം ഭാഗ്യമുണ്ടാവണം. അള്ളാഹുവിന് നീ ഭാഗ്യം നൽകണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. റസൂലുള്ളാഹി തങ്ങളെ മരണപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ആ മദീനയിലേക്ക് പോകാനും ഒരുപാട് പ്രാവശ്യം അവിടേക്ക് ചെല്ലാനും, അവിടെ പോയിട്ട് സലാം പറയണം. അതോടുകൂടെ അവിടെ പോയി സലാം പറഞ്ഞ് റാഹത്തോടു കൂടി വരാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.